ഹായ് ഹലോ, സുഖമാണോ എല്ലാവർക്കും? ഞാനൊരു പങ്കായം എന്നൊരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾക്കറിയായിരിക്കും 2-3 ദിവസം കൊണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. നമ്മുടെ വേറെ ആരുമല്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫുഡ് കഴിക്കാൻ കേട്ടോ. ഹലോ, അടിപൊളി ഫുഡാ. അതെ, ഞാൻ റീലിട്ടപ്പോഴത്തേക്ക് 1-2 കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതായത് റീന മാഡത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഇഷ്ടപ്പെട്ട ഫുഡ്, ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഇഷ്ടപ്പെട്ട സിനിമ, അതൊക്കെ ഞാൻ ചോദിക്കാം, പറഞ്ഞാൽ മതി. ആദ്യത്തെ ചോദ്യം അതാണ്, തിരുവനന്തപുരത്തുള്ള ലൈഫും UK ലൈഫും ഏതാണ് ബെറ്റർ? ഏതെങ്കിലും രീതിയിൽ, മാഡത്തിൻ്റെ ആ രീതിയിൽ? നമുക്ക് ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തിരുവനന്തപുരമാണ് നല്ലത്. ഇനി ലണ്ടനിലെ ലൈഫ് സ്റ്റൈൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഫാസ്റ്റ് ലൈഫാണ്. പിന്നെ മാത്രമല്ല അവിടെ ഒരുപാട് നമ്മൾ അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ലൈഫിന് വാല്യൂ കുറയും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ജീവിക്കേണ്ട ഒരു ഗതികേടാണ് UK. ഇവിടെയാണെങ്കിൽ നമുക്ക് ഉള്ള പൈസ വെച്ച് മനസ്സമാധാനമായിട്ട് നല്ലൊരു ജീവിതം ജീവിച്ചു പോകാം. ഓക്കെ, ഇഷ്ടപ്പെട്ട സിനിമ ഇത്രയും നാളെ കണ്ടിട്ടുള്ളതല്ലേ, മനസ്സിൽ ടച്ച്? രാജമാണിക്യം. എനിക്ക് ഈ തമാശ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. രാജമാണിക്യത്തിന്റെ ഡയലോഗുകൾ പിന്നെ ചെവലകൾ ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ചെവലകൾ ഇട്ടുകൊണ്ടൊക്കെയാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഡ്രസ് കോഡ്, ഇഷ്ടമുണ്ട്. പിന്നെ ജീൻസും ടോപ്പും ആകുമ്പോഴേ എപ്പോഴും എളുപ്പം ഇട്ടുകൊണ്ട് നടക്കാനുള്ള സൗകര്യം കൊണ്ടാണ് അത് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് ആണെങ്കിൽ ടോപ്പ്, പിങ്കോ റെഡോ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇഷ്ടപ്പെട്ട ആക്ടർ? പൃഥ്വിരാജ് കുഴപ്പം തന്നെ. പിന്നെ ദുൽഖർ ഖാനും കുഴപ്പമില്ല. ആക്ട്രസ്? ആക്ട്രസിൽ എല്ലാ പൊളികളൊക്കെ തന്നെ. പിന്നെ ന്യൂ ജനറേഷൻ വലിയ പിടുത്തില്ല. മനസ്സിൽ ഇഷ്ടം അടിപൊളി, എനിക്കിഷ്ടം. പിന്നെ ഫുഡ് നോണാണോ വെച്ചാണോ? ചോദ്യം തന്നെ കേട്ടാ ഈ സൗകര്യം. ഫുഡ് മീൻ എവിടെയെങ്കിലും മീനെന്ന് എഴുതി വെച്ചാൽ, സീ ഫുഡ് എഴുതി വെച്ചാൽ മതി, ഞാൻ അവിടെ കറി അടിക്കും. അതിന് പൈസയും നോക്കില്ല, ഒന്നും നോക്കില്ല. എത്ര മീൻ വേണമെങ്കിലും ഞാൻ വാങ്ങി അടിക്കും. അതാണ് ഇഷ്ടം. നല്ല പായസം വേഗം ഒന്നും അടിക്കും. ഉഗ്രം പായസം. ഈ സൗമ്യ എവിടെ നിന്ന് കിട്ടി? സൗമ്യ അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഈ ചെല്ലക്കിളിയെ കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്രാവശ്യം ഈ ചെല്ലക്കിളിയുടെ കൂടെ തന്നെ വേട്ടകളല്ല, എല്ലാ വേട്ടകളും ഈ ചെല്ലക്കിളിയുടെ ഹസ്ബൻഡാണെങ്കിൽ സിനിമ നടന്മാർ തോറ്റു. നിങ്ങളെ കണ്ണൊന്നും വയ്ക്കേണ്ട ഇവിടെ സൗമ്യമുണ്ട്. ഫുഡ് കാര്യമായി ഒന്നും കഴിച്ചില്ല, റീന ഒന്നും കഴിച്ചില്ല. ഇതാണ് എൻ്റെ ഒന്നും വേണ്ട, ഫുഡിനൊരു റെസ്പെക്ട് കൊടുക്കും. ഒന്നും വേണ്ട അല്ലേ? അതെ, ഡയറ്റാണ്, ഡയറ്റ്. ഒന്നും വേണ്ട അല്ലേ? വേണ്ട. പായസത്തിന്റെ അവസാന അടവുള്ള നക്കട്ടെ എടുത്തോ. പായസം അടിയടേ, പായസം എന്ന് പറഞ്ഞാൽ തലയൊന്നും ഇല്ല, തന്നെ കുടിക്കും. ഡിലിഷ്യസ്, സൂപ്പർ പായസം. അപ്പൊ കേട്ടല്ലോ, ഇഷ്ടാനിഷ്ടങ്ങൾ കേട്ടല്ലോ. അപ്പൊ ശരി, love you all. Bye bye all. എല്ലാം ഫാൻസ്. എവിടെ ഫാൻസ് അല്ലേ? ഉമ്മ തകഞ്ഞില്ല. ബോഞ്ചോളം വേണം. എന്താ കുടിക്കണേ? കടയിലുള്ള പാഞ്ചുവെള്ളം. ഞാൻ ഇവൻ ആദ്യം വിചാരിച്ചത് ബംഗാളി എന്നാണ്. ഇപ്പോഴാണ് മലയാളം. ബോഞ്ചോളം അടിച്ചത്. ഈ ബോഞ്ചോളം അടിച്ചാല് അപ്പോ എന്തിനടുത്ത് തലയിൽ കയറ്റി അവന്റെ നാരങ്ങളും അടിച്ചടി അവന്റെ തലയിൽ നാരങ്ങ അവന്റെ തനി ഗുണം കണ്ട. അതും കൂടെ നിന്നെ നോക്കിക്കോളാം.
ഒരു പാട്ട് പാടിതാ. തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. ഞാൻ പാടുന്നതാ പിന്നെ എനിക്ക് മലയാളത്തില്ല. അടിപൊളി കിളിനാദം അല്ലേ? സൗമ്യ മാത്രമേ പറയൂ ആ കിളിനാദം. പാടി കാരണത്തിലേ കേൾക്കുള്ളൂ, വേറെ കേൾക്കില്ല. ഇനി എന്നു കാണും നിന്നെ തന്നെ വാക്കുകൾ ചൊല്ലി ബാക്കി പ്ലംപ്ലം നല്ല പാട്ടുകളെ വരികൾ മറന്നു പോകുന്നു ചങ്കുകളെ. അറിയാന്നുള്ള വരി തന്നെ അറിയാന്നുള്ളത് കണ്ണാ നീ പോരാമോ നിന്നോടിഷ്ടം കൂടാമോ നിന്നെ കാണാനില്ലല്ലോ നിന്നെ കാണാനില്ല, എവിടെ പോയി? കുറെ നാളായല്ലോ കണ്ടിട്ടെന്ന് പറയാൻ പോലെ ആണ്. അതിപ്പോ അങ്ങനെയല്ലേ നമ്മൾ പാടുള്ളൂ അല്ലേ? കാറിനകത്തുള്ള ഒരു രാഗമാണ്. അതെ, ചെയ്യാൻ പറ്റും. മര്യാദയ്ക്ക് എനിക്ക് ഇതൊക്കെ അയച്ചു തരണം. അതെ. എത്തി നല്ല വിധത്തിൽ ഇവിടെ കിടന്നൊരു വെള്ള ഉടുപ്പ് നോക്കിയത് വെള്ളമായിട്ട് വളരെ കളർ പോലും ഇല്ല. ഗതികെട്ട ഇടവാണ്. നിങ്ങൾക്ക് ഫോമൽ ഇപ്പൊ വാങ്ങിച്ചെങ്കിൽ ഇതാടി പൊളി കേട്ടോ. ഒരു കാര്യം അല്ല, ഇതേ ടൈറ്റ് ആയിട്ട് കിടന്നു. ഇതിന്റെ ബാറ്റിന് ഇപ്പൊ ഇതാള് കറുപ്പില്ല. ആണാണ്. ഇത് ഈ ഷർട്ട് ഇടുമ്പോ അടിപൊളിയാണ്. മറ്റത് പിച്ചക്കാരി. നീ മുഖം തന്നില്ലെങ്കിൽ കണ്ടോ? I love you. Hello, Bobby. UK ഇവിടെ നോക്കത്തില്ല. മറ്റേ ഈ ഷിപ്പൊക്കെ പോയി. ഇതൊക്കെ സൈഡ് അപ്പ് നമ്മൾ ഫുൾ ടൈം ജോലിയിൽ പുലിപ്പിടിക്കാൻ പറ്റില്ല. ഞാൻ യു കെയിലെ അവിടെ പോകുമ്പോൾ നമ്മൾ എടുക്കും. നിങ്ങൾ പക്ഷേ കെയർ ഹോമിലാണെങ്കിലും വല്ല ലെവൽ 3 or 4 ഒക്കെ എടുക്കും. എനിക്ക് പിടിച്ച കളറ് എന്റെ ചുമപ്പ് ഇതിപ്പോ ഗ്യാരണ്ടി ഉണ്ടോ? ലാസ്റ്റ് ഗ്യാരണ്ടി മണികളൊക്കെ പേരിട്ടു. ഞാൻ ഒരു അങ്ങനെ ലുലു മോളിൽ ഷോപ്പിംഗ് നടത്തി. പ്രതീക്ഷിക്കാതെ ഈ സൗമ്യയുടെ കളഞ്ഞില്ല. ഷോപ്പിംഗ് നടത്തി പേ ചെയ്തിട്ട് വീട്ടിൽ വരെ ഞാൻ അടുത്ത പരിപാടി. ഇപ്പം ഇവിടെ തന്നെ ഇരിക്കുകയാണ് നമ്മളിവിടെ ലുലു. ലെതറിൻ്റെ ഒരു മായാജാലം ലെതറുകളൊക്കെ വാങ്ങിക്കുവാനുണ്ട്. ഫെറി മാൻ എന്നാണ് പേര്. ഫെറി മാൻ വൈറ്റ് മാറിയപ്പോൾ ബ്ലാക്ക് ആക്കി. വൈറ്റ് ആയിരുന്നപ്പോൾ അതെല്ലാം ഒരു പാലമായി. ഇപ്പോൾ ബ്ലാക്ക് ആയിരുന്നു. കോഫി കഴിക്കുന്നതിൻ്റെ തിരക്കിൽ എൻ്റെ ഒരു കോഫി പണ്ട് ചായക്കടകളിൽ നിന്ന് താമര എണ്ണം ചായ അടിച്ചു തരുമായിരുന്നു. ഒരു ചായക്കടയിൽ പോകുമ്പോൾ ചായക്ക് പൈസ എത്ര സൗമ്യ? 12 രൂപ. 1 രൂപ അച്ഛമായ വില. ഇവിടെ ഇപ്പം നമ്മളെ തൈലപ്പൊടി സെപ്പറേറ്റ്, പാല് സെപ്പറേറ്റ് നമ്മളിട്ട് 150 രൂപ. കാലം പോയ കാലം ബാക്കി പറയും. അപ്പൊ സൗമ്യ ശിവ നോക്കിക്കോ. അപ്പൊ ചായ കുടിക്കാൻ വേണോ? ചായ കുടിക്കാൻ അല്ലെങ്കിൽ പിന്നെ തണുത്തു പോകും. ശരിയായോ? അടിപൊളിയാക്കി. മക്കളെ ഞാനിപ്പോ ഇങ്ങനെ വന്നില്ല. ഇപ്പൊ അടിപൊളിയായി. ഇപ്പൊ അടിപൊളി അങ്ങ് മാറിയല്ലേ? അവിടെ ഒന്ന് കേരളം കണ്ടോട്ടാ. എന്തര പൊങ്ങിയപ്പോ അതെ ചിക്കൻ കട്ടിയാണതാ. ചിക്കൻ യാത്രയ്ക്ക് ഇപ്പൊ യാത്രയ്ക്കപ്പം കൂടെ പോർക്കും സ്പൂൺ കൊടുത്ത് കട്ട് ചെയ്ത് കഴിക്കേണ്ടത്. അതെ അതെ. പണ്ട് കൈ വെച്ച് കഴിക്കുന്നത് കട്ട് ചെയ്ത് കഴിക്കില്ല. വായി അല്ലേ? അതെ അതെ.
ആടിപ്പോളി രണ്ട് മൂന്നെണ്ണം കാണിക്കാം സെയിം സൈസ് ഞാൻ ഉരുട്ടിക്കോളാം ഞാൻ ഉരുട്ടിക്കോളാം. അവന്മാരെടുത്ത് കഴിക്കുമെന്ന് അതിനകത്ത് അറിയാം എടാ അങ്ങനെ വെച്ചുള്ളാണോ അവന്മാരെടുത്ത് കഴിക്കുമ്പോൾ എല്ലാം കൂടെ പൂഞ്ഞു പറഞ്ഞു ഇത് ഏതിൻ്റെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സെന്റ് നടക്കുന്നതായിരിക്കും ഞാനിവിടെ ശാസ്ത്രം ഓക്കെ അയ്യോ അയ്യോ അപ്പൊ നമ്മൾ ഇവിടെ ഈ ഇതിനകത്ത് ആടിപ്പൊളി എവിടെയെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ലുലു അതെ എങ്ങനെ അടിപൊളിയല്ലേ? ആടിപ്പൊളി സൂപ്പർ സെറ്റപ്പ് പിന്നല്ല കാണാം. അങ്ങോട്ട് മാക്സ് ഷോപ്പേഴ്സ് സ്റ്റോപ്പ് B&Q ഇങ്ങനെ തുടങ്ങിയ വിദഗ്ധമായിട്ട് ഒരുപാട് ഷോപ്പുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു വിസിറ്റ് ചെയ്യുക ലുലു മോൾ തിരുവനന്തപുരം അതെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അതെ ലുലു മാള് ഫുള്ള് വാങ്ങിച്ചല്ലേ?